വെൽക്കം ബാക്ക് ടു ഗൈസ്. അപ്പോൾ നമ്മുടെ സ്കൂട്ടറിനൊക്കെ കോമൺ ആയിട്ട് കാണുന്നൊരു പ്രോബ്ലമാണ് പിക്കപ്പ് ഇല്ലായ്മ, മൈലേജ് ഷോട്ട്, ഈ മൊത്തം കിടന്ന വൈബ്രേഷൻ ആയിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്ലച്ച് കവറിൻ്റെ അവിടെ നിന്ന് ഒരു മണിയടി ശബ്ദവും കാര്യങ്ങളായിട്ട് വരും. അത് ഈ സൗണ്ട് കേൾക്കണ ഒരു ഭൂരിഭാഗം പേർക്ക് അറിയാം എൻ്റെ നമ്മുടെ റോളർ ബുഷിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ടാകുന്നു. അപ്പോൾ ഞാൻ ആ സൗണ്ട് നിങ്ങൾക്ക് എന്തായാലും കേൾപ്പിച്ച് തരാം. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ക്ലച്ച് കവർ ആദ്യമേ അഴിക്കണം. അത് അഴിക്കാനായിട്ട് നമുക്ക് 8-ൻ്റെ ടി ഉപയോഗിച്ച് നമുക്ക് എല്ലാം ബോൾട്ട് അഴിച്ചെടുക്കാൻ കഴിയും. ഇതിൽ താഴെ തന്നെ 2 ബോൾട്ട് നമുക്ക് ബ്രേക്ക് കേബിളിൻ്റെ ആയിട്ടുണ്ട്. അതും കൂടി അഴിച്ച് മാറ്റണം. സൈഡിൽ കൂടി നമുക്കൊരു സ്ക്രൂ തെക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്ലച്ച് കവർ നൈസായിട്ട് ഊരിയെടുക്കാം. ഇതിനു മുമ്പ് ഈ സൗണ്ട് വന്നിട്ട് ഇവിടെ കാണിച്ച ഒരു വർക്ക്ഷോപ്പിൽ അവർ എന്തോ കുറച്ച് ഓയിലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഒഴിച്ചു കൊടുത്ത് വിട്ടിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ നമുക്കിതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം തിരിച്ച് സെറ്റ് ചെയ്യാനായിട്ട്. ക്ലച്ച് കവറിലാണെങ്കിലും ബെൽറ്റിൻ്റെ സൈഡിലാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഡസ്റ്റ് കാര്യങ്ങളും കാര്യമൊക്കെ പിടിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വേരിയേറ്റർ അയക്കാനായിട്ട് വേരിയേറ്റർ ഹോൾഡർ വെച്ചിട്ട് നമ്മുടെ 18-ൻ്റെ ബോക്സ് വെച്ചിട്ട് ഒന്ന് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വേരിയേറ്ററിൻ്റെ നെറ്റ് സ്ക്രൂഡ് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. ബുഷിൻ്റെ ഒക്കെ അവസ്ഥയാണ് വെച്ചിട്ടുണ്ടോ? ബുഷ് വേറെ മണിയേറെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഉണ്ട് റൗണ്ട് തേയ്മാനം കണ്ട. ഇതിൻ്റെ തേയ്മാനം പോയി പൊടിയായേക്കണം. ഇപ്പം എന്താ പ്രശ്നം വെച്ചാൽ ഇത് രണ്ടും മാറ്റേണ്ടി വരും. ഇതും ഈ സെറ്റും ആ പുള്ളി കയറി ഗ്രീസിട്ടേക്കണമെന്ന് തോന്നണ്ട. അപ്പോൾ കഴിച്ച് നമ്മുടെ വേരിയേറ്റർ പ്ലേറ്റിൻ്റെ ഒക്കെ അവസ്ഥ ആണ്. മറ്റേ അവിടെ അത്രത്തോളം അടിച്ചടിച്ച് ആ കുഴി വന്നുപോയി. അതാണ് നമുക്ക് ആ ഭയങ്കര വൈബ്രേഷനായിട്ട് നിന്നത്. ഇതിൻ്റെ ഈ പ്ലേറ്റ് പോയി കഴിഞ്ഞാലും ഇപ്പോൾ നമ്മുടെ ആ റോളർ ബുഷാണ് ഏറ്റവും ആദ്യം പോകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ പ്ലേറ്റ് കാര്യങ്ങളെല്ലാം ഡാമേജ് ആവണം. നമ്മളിതെല്ലാം സമയത്ത് മാറ്റിവിടാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ നമ്മളെല്ലാ പാർട്സും എടുത്തേക്കണം. പാർട്സാണ് എടുത്തേക്കണം. അപ്പോൾ ബ്രേക്ക് ഷൂവും കൂടി നമ്മൾ മാറുന്നുണ്ട്. ബ്രേക്ക് ഷൂവിൻ്റെ റേറ്റ് വന്നിട്ട് 260 രൂപയാണ് അയക്കണം. അപ്പോൾ ഇതിൻ്റെ പാർട്ട് നമ്പർ നിങ്ങൾ നോക്കി വെച്ച് വരുന്നുണ്ട്. നമുക്കപ്പോൾ ഉപകാരപ്പെടും. അടുത്തത് നമുക്ക് അടുത്തത് വേരിയേറ്ററാണ്. വേരിയേറ്ററിൻ്റെ റേറ്റ് വന്നിട്ട് 436 രൂപയാണ് റേറ്റ് വന്നിട്ട് അയക്കണത്. അടുത്ത പാർട്ട് വന്നിട്ട് വേരിയേറ്റർ ഔട്ടർ ഫേസ് ആണ്. അതിൻ്റെ റേറ്റ് വന്നിട്ട് 265 രൂപയാണ് അയക്കണം. പിന്നെ വേരിയേറ്റർ ഗൈഡിൻ്റെ റേറ്റ് വന്നിട്ട് 118 രൂപയാണ് അയക്കണത്. പിന്നെ അടുത്തേക്ക് നമ്മൾ റോളർ ബുഷാണ്. റോളർ ബുഷിന് ഒറിജിനൽ റേറ്റ് വന്നിട്ട് 307 രൂപയാണ് അയക്കണത്. പിന്നെ നമുക്ക് വേരിയേറ്ററിൻ്റെ ഇടയിൽ വരുന്ന ഒരു സ്പേസർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി പുതിയത് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ട് 162 രൂപയാണ് അയക്കണത്. അടുത്ത് വന്നേക്കണ വേരിയേറ്റർ റാം പ്ലേറ്റ് ആണ്. അതിൻ്റെ റേറ്റ് വന്നിട്ട് 122 രൂപയാണ് അയക്കണത്. അപ്പോൾ ഗൈസ് നിങ്ങൾ മാക്സിമം പാർട്സ് തന്നെ മാറാൻ നോക്കുക. അപ്പോൾ ഗൈസ് ഞാനിതിൽ ആ പഴയതും പുതിയതും ആ പാർട്സും തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ട് നമ്മുടെ സ്പേസറിൽ വലിയ കുഴപ്പമില്ല. വേരിയേറ്ററിൽ നമുക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഡാമേജ് ആയിട്ടുണ്ട്. ഇതിലൊരു നമ്മുടെ റോളർ ബുഷ് കയറി പൊട്ടി ആ വേരിയേറ്ററിൻ്റെ അലൂമിനിയം പീസൊക്കെ തന്നെ പൊട്ടി ഡാമേജ് ആയിട്ടുണ്ട്.
വേരിയേറ്ററിൻ്റെ റാം പ്ലേറ്റ് എടുത്ത് നോക്കുന്ന സമയത്താണ് നമുക്ക് ആ തേയ്മാനം ശരിക്കും അറിയാൻ പറ്റും. പഴയതും പുതിയതും തമ്മിൽ ഡിഫറൻസ് കണ്ടോ, നല്ല വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ. ആ റോളർ ബുഷ് കയറി അടിച്ചടിച്ച് ആ കുഴി പോലെ ആയി നിൽക്കണേണ് തൊലി. അപ്പോൾ നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യണം നോക്കാം കഴിച്ചാൽ. അപ്പോൾ നമുക്ക് ആദ്യമേ നമുക്ക് വേരിയേറ്റർ എടുക്കുക. വേരിയേറ്ററിലോട്ട് നമുക്ക് റോളർ ബുഷാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ളത് ആദ്യം തന്നെ. അപ്പോൾ ആ റോളർ ബുഷ് എടുത്തിട്ട് നമ്മൾ എപ്പോഴെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ എല്ലാം ഇടേണ്ട ഒരേ ഡയറക്ഷനിലോട്ടാണ് ഇടേണ്ടത്. ഒരെണ്ണം നേരെയും ഒരെണ്ണം തലയിരിച്ചും മാക്സിമം ഇടാണ്ടിരിക്കാൻ നോക്കുക. നമുക്കത് എല്ലാം ഒരേപോലെ ഒരു മെറ്റൽ പാർട്സാണ് നമ്മൾ ആ ഒരു ഫേസ് ചെയ്ത് ഇടണമെങ്കിൽ അതെല്ലാം അതേപോലെ തന്നെ എല്ലാം അതേപോലെ തന്നെ സെറ്റ് ചെയ്യാൻ നോക്കുക. വേരിയേറ്റർ റാം പ്ലേറ്റിലോട്ട് വേരിയേറ്റർ ഗൈഡ് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി. ആ ഒരു 3 നമുക്ക് വരുന്ന ബ്ലാക്ക് കളറുള്ള. പിന്നെ നമുക്ക് നേരെ വേരിയേറ്ററിലോട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. ഇതേപോലെ നമ്മൾ ഷാഫ്റ്റിലോട്ട് കുറച്ച് ഗ്രീസ് തേച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ വേരിയേറ്റർ ഫുൾ അസംബ്ലി നേരെ ഷാഫ്റ്റിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്പേസർ ഇട്ട് കൊടുക്കണം. സ്പേസറിൻ്റെയും വേരിയേറ്റർ ഔട്ടർ ഫേസിൻ്റെ ഇടയിലായിട്ടാണ് നമ്മുടെ ബെൽറ്റ് വരുന്നത്. അപ്പോൾ അത് നേരെ ബെൽറ്റ് കയറ്റി വെച്ചിട്ട് വേരിയേറ്റർ ഔട്ടർ ഫേസ് ഇൻസ്റ്റാൾ ആക്കുക. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ കട്ടിനിട്ട് ഇടുക. അതിൻ്റെ പുറത്തൊരു വാഷറും വരുന്നുണ്ട്, നോർമൽ വാഷർ. അതിൻ്റെ പുറത്താണ് നമ്മൾ നെട്ടിട്ട് ടൈറ്റ് ആക്കേണ്ടത്. അപ്പോൾ കഴിച്ച് നമ്മുടെ വേരിയേറ്റർ ഹോൾഡർ ടൂൾ ഉപയോഗിച്ചിട്ട് തന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ടൈറ്റാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ടൈറ്റ് ആവില്ല, അത് ഊരിപ്പോരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അത്. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. നമുക്കിനി ക്ലച്ച് കവർ അടയ്ക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ക്ലച്ച് കവർ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ സോഫ്റ്റ് ഹാമർ എന്തെങ്കിലും മരത്തിൻ്റെ കഷ്ണങ്ങളാണ് മുട്ടിക്കുന്ന സാധനം കയറി പോയിക്കോളും. പിന്നെ എല്ലാം അതിൻ്റെ ബോൾട്ട് ഇടുക, ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാ ബോൾട്ടും നമ്മൾ ഓരോന്നാക്കി ടൈറ്റാക്കി കൊണ്ടുവരേണ്ടതാണ്. ഒറ്റയടിക്ക് ഒരു ബോൾട്ട് ഫുൾ ടൈറ്റ് ആക്കരുത്. നമ്മളതിൻ്റെ ത്രെഡ് പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ താഴത്തിനായിട്ട് 2 ബോൾട്ടും കൂടി വരുന്നുണ്ട് എക്സ്ട്രാ ആയിട്ട്. നമ്മുടെ ബ്രേക്കിൻ്റെ കേബിൾ ഹോൾഡ് ചെയ്ത് നിർത്തിയതാണ്. അപ്പോൾ അതും കൂടി ടൈറ്റ് ആക്കണം. പിന്നെ നമ്മളെല്ലാം അഴിച്ചെല്ലാം പഴയതിനെ തിരിച്ചു പിടിപ്പിക്കുക. ഇനി നമുക്ക് ഇതിൽ ചെയ്യാനായിട്ടുള്ള ബാക്കിൽ ബ്രേക്ക് ഷൂ കൂടി മാറാനുണ്ട്. അപ്പോൾ ബ്രേക്ക് ഷൂ മാറാനായിട്ട് നമ്മൾ വീല് ഇടാനുണ്ട്. വീല് ഇടാനായിട്ട് നമ്മുടെ 24-ൻ്റെ സ്പാനർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീല് സുഖമായിട്ട് ഉരുടിക്കും. അപ്പോൾ സെൻറ്റർ സ്റ്റാൻഡ് നമ്മൾ സൈഡ് സ്റ്റാൻഡിലോട്ട് ജസ്റ്റ് ഒന്ന് വണ്ടി കരിച്ചു കൊടുത്താൽ അപ്പോൾ നമുക്ക് വീല് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഊരെടുക്കാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും കേട്ടോ. നമ്മളിത് എല്ലാം ഫുള്ള് ക്ലീൻ ആക്കിയിട്ടാണ് തിരിച്ചെല്ലാം കയറ്റണം എയറിലേക്ക്.
അപ്പോൾ നമ്മുടെ ബ്രേക്കിന് കേബിൾ ഫുള്ളായിട്ട് റിലീസ് ചെയ്ത് വെക്കുക. ടൈറ്റാക്കി കിടന്നിട്ടായിരിക്കും നേരത്തെ കടന്നത്. അപ്പോൾ നമ്മൾ ഫുള്ള് റിലീസാക്കി ഇട്ടിട്ട് വീല് കയറ്റി ഇടുക, നേരെ വണ്ടിയിലോട്ട് തരുക. അപ്പോൾ വീലെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ വാഷറും നെട്ടും ഇട്ട് നല്ല ടൈറ്റാക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയിട്ട് നമ്മുടെ ആ നെറ്റ് ടൈറ്റാക്കി വിട്ടാൽ മതി ഏറ്റവും അവസാനം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിലായി രേഖപ്പെടുത്തുക ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെല്ലാം സെറ്റ് കഴിഞ്ഞിട്ട് വണ്ടി ഓടിച്ച് നോക്കിയത് വണ്ടി ഇപ്പം നേരത്തെ കാട്ടും അടിപൊളിയാണ്. ആ വൈബ്രേഷനോ കാര്യങ്ങളോ ജെർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല.